തുടർച്ചയായി കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ശശി തരൂരിനെതിരെ നിലവിൽ നടപടി ആവശ്യപ്പെടുകയാണ് ദേശീയ സംസ്ഥാന നേതാക്കൾ. അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ചുള്ള ലേഖനത്തിൽ നെഹ്റു കുടുംബത്തിനെതിരെയുള്ള കടുത്ത വിമർശനം ദേശീയ നേതൃത്വത്തെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ തരൂരിന് BJP-യിലേക്കുള്ള വഴി കോൺഗ്രസായി ഒരുക്കേണ്ടതില്ല എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. അതിനിടയിൽ തരൂരിന്റെ ഇന്ദിരാ വിമർശ ലേഖനം ആയുധമാക്കുകയാണ് BJP. രാഹുൽ ഗാന്ധിയുടെ ഏകാധിപത്യത്തിനെതിരായ തെളിവാണ് ഇതെന്ന് BJP പറയുന്നു. ഈ ലേഖനം പരമാവധി പ്രചരിപ്പിക്കാനാണ് BJP-യുടെ തീരുമാനവും. ചോദ്യം ഇതാണ്, ഇത് തരൂർ തന്ത്രമോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിശകലനത്തിലേക്ക് പോവുകയാണ് നമ്മൾ. PR പ്രവീണയും ചന്തു ചന്ദ്രശേഖരും ഉണ്ട് നമുക്കിപ്പം. ആദ്യം PR പ്രവീണയിലേക്കാണ്. പ്രവീണ, ശശി തരൂരിന്റെ ഇപ്പോഴത്തെ ഓരോ നടപടികളും അതിരുകടക്കുന്നുണ്ട്. പലവട്ടം പലതരത്തിൽ താക്കീതുകളായി. അടിയന്തരാവസ്ഥ സമയത്തെ കുറ്റപ്പെടുത്തിയുള്ള ലേഖനത്തിൽ തരൂരിനെതിരെ നടപടി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ ഭൂരിഭാഗം നേതാക്കളും. പക്ഷേ ഇതിനിടയിലും മോദി സ്തുതികളുമായി നിറയുന്നുണ്ട് തരൂർ. കഴിഞ്ഞ ദിവസത്തെ ലണ്ടനിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം പോലും അതിനുള്ള തെളിവുമാണ്. തരൂരിൽ ഇനിയും അവഗണനയുടെ രാഷ്ട്രീയം തുടരാനാണോ പാർട്ടി നിലപാട്? എന്നുള്ള നിലയിൽ അദ്ദേഹം ആ വട്ടത്തിനുള്ളിൽ നിന്ന് കളിക്കണമെന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളുടെ പൊതുവികാരം. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള പ്രവീണയിലേക്ക് മടങ്ങിയെത്താം. ശശി തരൂർ തുടർച്ചയായി അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിലൂടെ ആകട്ടെ, അദ്ദേഹത്തിന്റെ പ്രവർത്തികളിലൂടെ ആകട്ടെ, പലതരത്തിലും പാർട്ടിക്ക് അതീതനായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും പാർട്ടിയെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുകയും പാർട്ടിയെ വെട്ടിലാക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ശശി തരൂർ സ്വീകരിക്കുന്നത്. പക്ഷേ ഇതുവരെയും ഈ വിഷയങ്ങളിലൊന്നും പാർട്ടി അദ്ദേഹത്തിനെതിരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്നത് പറയട്ടെ, അതിനെ ഏറ്റുപിടിക്കാൻ നിൽക്കേണ്ടതില്ല എന്നായിരുന്നു ദേശീയ നേതൃത്വത്തിന്റെ അടക്കമുള്ള നിലപാട് ഈ ഒരു വിഷയത്തിൽ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ച് കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ലേഖനം അത് കുറച്ച് അതിര് കടന്നു പോയി എന്നുള്ളതാണ് പാർട്ടിയിൽ നേതാക്കളുടെയൊക്കെ ഏറെക്കുറെ പൊതുവികാരം. അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന് ദേശീയ സംസ്ഥാന നേതാക്കളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ എന്താണ് ഇതിലെ ഹൈക്കമാൻഡ് തീരുമാനം എന്നതാണ് ഇനിയും അറിയേണ്ടത്. ഇനിയും ഈ പറയുന്നത് പോലെ തരൂരിനെതിരെ ഇപ്പോഴും അദ്ദേഹത്തെ ഒരു അവഗണനയുടെ രാഷ്ട്രീയം തുടരാൻ തന്നെയാണോ, അതോ മറ്റേതെങ്കിലും തരത്തിൽ ഇനിയും തരൂരിനെതിരെ ഒരു നടപടിയിലേക്ക് നേതൃത്വം കടക്കുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. പ്രവീണ തുടരുന്നുണ്ട്. പ്രവീണ, കേൾക്കാമെങ്കിൽ തുടരാം. പ്രവീണ, തുടക്കത്തിൽ പറഞ്ഞത് തന്നെ തുടരുകയാണ്. അതായത് ഒരു എഴുത്തുകാരനാണ്, കോളമിസ്റ്റാണ്, ഇതൊക്കെയാണ്, അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ്. പക്ഷേ തരൂർ എന്ന വ്യക്തി കോൺഗ്രസിന്റെ MP കൂടിയാണ്, തിരുവനന്തപുരം ജില്ലയുടെ MP കൂടിയാണ്. അത്തരത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ MP കൂടിയായിട്ട് കോൺഗ്രസ് നേതാവ് കൂടിയായ തരൂരിന് അത്തരത്തിൽ ആ ഒരു വൃത്തത്തിനുള്ളിൽ നിന്ന് കളിക്കണം എന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത്. പലവട്ടമായി മോദി സ്തുതി, പലവട്ടമായി കോൺഗ്രസിനെതിരെയുള്ള വിമർശനം, നേതാക്കൾക്കെതിരെയുള്ള വിമർശനം, ഇതിനെല്ലാം തന്നെ തുടക്കത്തിൽ കേരള നേതാക്കൾ എതിർത്ത് പ്രകടിപ്പിച്ചിരുന്നു. പരസ്യമായും രഹസ്യമായും ഒക്കെ അദ്ദേഹത്തിനെതിരെ ദേശീയ നേതൃത്വം സമീപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും പലവട്ടം കൂടിക്കാഴ്ച നടത്തിയിട്ടും പലവട്ടം കൂടിക്കാഴ്ചയിൽ തരൂരിനോട് പലവട്ടം സംസാരിച്ചിട്ടും അദ്ദേഹത്തിന്റെ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാതെ തുടരുകയാണ്. ഇനി പാർട്ടിക്ക് പുറത്തേക്ക് പോകാനാണ് തരൂരിന്റെ ലക്ഷ്യമെങ്കിൽ അതിനുള്ള കളം ഒരുക്കാൻ എന്തായാലും കോൺഗ്രസ് പാർട്ടിയായി മുൻകൈ എടുക്കില്ല. അതിന് പകരം അദ്ദേഹം സ്വന്തമായി പോയിക്കോട്ടെ, അതിനെന്തായാലും പാർട്ടി വഴിയൊരുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുടെ ഇപ്പോഴത്തെ തീരുമാനം അവഗണന എന്നുള്ളതാണ്. അദ്ദേഹം എന്ത് ചെയ്താലും അതിനെ അവഗണിച്ചു പോവുക എന്നുള്ളതാണ്. അതിനെ മറികടന്ന് ഇന്നൊരു പ്രസ്താവന നടത്തിയത് K. മുരളീധരനാണ്. അദ്ദേഹം പൊതുവെ അങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുന്ന ഒരാളുമാണ്. അല്ലാതെയുള്ളവരെല്ലാം തന്നെ നോ കമന്റ്സിൽ ഒതുക്കിയതും അതുകൊണ്ടാണ്. അവഗണന തുടരുക, അവഗണനയുടെ രാഷ്ട്രീയമാണ് ഈ ഘട്ടത്തിൽ തരൂർ അർഹിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിലെ പൊതുവികാരം. ഓക്കെ പ്രവീണ, വ്യക്തമാണ്. ഇനി ഈ വിഷയത്തെ മാക്സിമം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് BJP-യുടെ നിലപാട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിശകലനവുമായി നമുക്കൊപ്പം ഉള്ളത് ചന്തു ചന്ദ്രശേഖറാണ്. ചന്തു, എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കി തരൂ എന്നാണ് നിലവിലെ തരൂരിന്റെ ഓരോരോ നീക്കങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ ചെയ്തികളിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യം. ഇതിപ്പോ BJP-യെക്കാളും എത്രയോ ശക്തമായതും എത്രയോ കടുത്തതുമായ ഭാഷയിലാണ് തരൂർ കോൺഗ്രസിനെ വിമർശിച്ചിരിക്കുന്നത്. രാജ്യത്തിപ്പോൾ ജനാധിപത്യമുണ്ട്, പക്ഷേ ഇന്ദിരയുടെ ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് തരൂർ പറയുമ്പോൾ ഏതൊക്കെ രീതിയിൽ ഇതിനെ ഉപയോഗിക്കാനാണ് BJP-യുടെ തീരുമാനം?
സേതുലക്ഷ്മി ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ അവർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ശശി തരൂർ ബി.ജെ.പിയിലേക്ക് വരും എന്ന കാര്യം കുറച്ചധികം നാളുകളായി അന്തരീക്ഷത്തിലുണ്ട്. ഇതിനോട് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം വലിയ രീതിയിൽ പ്രതികരിക്കുന്നില്ലെങ്കിൽ പോലും ദേശീയ നേതൃത്വം ഇതിനുള്ള ചരടുവലികൾ നടത്തുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ബി.ജെ.പിയിലേക്ക് ശശി തരൂർ വരുന്നതിൻ്റെ ഒരു സ്വാഭാവികമായുള്ള ഗുണം ബി.ജെ.പിക്ക് സ്വാഭാവികമായും ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. ഇപ്പോൾ നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായി നൽകിയിരുന്ന പട്ടികയിൽ പെടാതെ പട്ടികയിൽ നിന്നും പുറത്ത് ശശി തരൂരിനെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് പെഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ വിദേശത്തേക്ക് പോകുന്ന ടീമിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തി. അത് തന്നെ കോൺഗ്രസിന് അകത്ത് ഒരു വലിയ ഒരു അഭിപ്രായ വ്യത്യാസം, അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് അവർക്കിടയിൽ തന്നെ ഒരു ശശി തരൂരിനോട് മറ്റൊരു തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടാക്കാൻ, നേരത്തെ അത് ഉണ്ടായിരുന്നതായിരുന്നെങ്കിൽ പോലും മറ്റൊരു തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടാക്കാൻ ബി.ജെ.പിക്ക് ആയി എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനിടെയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ, പല കാര്യത്തിലും ബി.ജെ.പിയോട് അടുത്തു നിൽക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് അധികം നാളുകളായി അവരെ അമർഷത്തിലാക്കുന്ന സംഭവം കൂടിയാണ്. അത് സംസ്ഥാനത്തേക്കും അത്തരം കാര്യങ്ങൾ ബാധിച്ചിട്ടുണ്ട് എന്ന് എടുത്തു പറയേണ്ടി വരും. ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത് ശശി തരൂർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രി തരത്തിലേക്കൊക്കെ ഉയർത്തിക്കാട്ടുന്ന രീതിയിലൊക്കെയുള്ള പ്രചാരണം ഒരു പക്ഷത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പി IT സെല്ലുകൾ അല്ലെങ്കിൽ ബി.ജെ.പി സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇത് വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പി പ്രത്യക്ഷത്തിൽ ശശി തരൂരിനെ അവരിലേക്ക് വരാൻ വേണ്ടി പറയുന്നില്ല എങ്കിൽ പോലും പരോക്ഷമായി അവർ അത്തരത്തിലുള്ള സൂചനകൾ നൽകുന്നുണ്ട്. അത് കോൺഗ്രസിനകത്ത് വലിയ തരത്തിൽ തന്നെ തർക്കം അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം രൂപപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയാണുള്ളത്. ശരി ചന്തു, വ്യക്തമാണ്. ശശി തരൂരിലെ തരൂരിന്റെ തന്ത്രമാണോ ആ വിഷയത്തിൽ വിശദീകരണം നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖരും PR പ്രവീണയും.